അപ്പോൾ നമുക്കിന്ന് നമ്മൾ പഠിച്ച കുറച്ച് പോർഷൻസിൽ നിന്ന് നമുക്ക് ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലം സെഷൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ മൊത്തത്തിന് എഴുതിയേക്കുവാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വിചാരിക്കുന്നത്. അപ്പം ഓൺ എ സർട്ടൻ ഡേ റെയിൻ വാസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. A wind started blowing after some time with a speed of 12 meter per second in east to west direction. In which direction should a boy hold his umbrella? അപ്പോൾ 35 meter/second സ്പീഡിൽ താഴോട്ട് റെയിൻ വരുന്നു. ഒരു കാറ്റ് 12 meter/second ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ പടം ഞാൻ ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെയിൻ എന്ന് പറഞ്ഞാൽ മൊത്തം താഴോട്ട് ഇങ്ങനെ വീഴുന്നതാണെങ്കിൽ ഞാൻ ഒരു വെക്ടർ വെച്ച് ആ റെയിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. കാറ്റും ഇങ്ങനെ ഒരു എന്താ പറയുക, കാറ്റ് ഇങ്ങനെ വീശി പോകണത്, പക്ഷേ നമ്മൾ ഒരു വെക്ടർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. കാരണം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു വെക്ടറായിട്ട് എല്ലാ വെക്ടറും കൂടെ എടുക്കുന്നതിനെക്കാട്ടും നല്ല ഒരു വെക്ടർ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ആവറേജ് ആയിരിക്കുമല്ലോ. അപ്പം ഏകദേശം അങ്ങനെ തന്നെ വരും. 35ഉം 12ഉം കൂടെ നമ്മൾ വെക്ടർ അഡീഷനാണ് ചെയ്യുന്നത്, വെക്ടർ സബ്ട്രാക്ഷൻ അല്ല. കാരണം മഴയ്ക്കകത്ത് നമ്മൾ മൂവ് ചെയ്യുന്ന കേസല്ല. നമ്മൾ മൂവ് ചെയ്യുന്ന കേസിൽ റിലേറ്റീവ് വെലോസിറ്റിയൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കാറ്റ് കാരണം കാറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് തന്നെയാണ് തിരിയുക. ഓക്കെ, ഇപ്പോൾ രണ്ടിട്ട് വെക്ടർ അഡീഷൻ ചെയ്താൽ മതി ഈ കേസിൽ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഏത് ആംഗിളിൽ ആണ് നിൽക്കുന്നത്, ഡയറക്ഷനാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ പടം മാറ്റിയത് ഇങ്ങനെ വരച്ചു. ഇപ്പോൾ റിസൾട്ട് എനിക്ക് കിട്ടി. 35 12ൻ്റെയും ഒരു റെക്റ്റാങ്കിളായിട്ട് വരച്ച അതിൻ്റെ ഡയഗണൽ ആയിരിക്കും നമ്മുടെ റിസൾട്ടാണെന്ന് പറഞ്ഞാൽ. അപ്പം ആ റിസൾട്ടിൻ്റെ വെർട്ടിക്കലിൽ നിന്ന് ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇരിക്കുന്നത്. അപ്പം ഇത്തരം ഡിഗ്രി ചരിഞ്ഞ് നിന്നാൽ അത്രയും ഡിഗ്രി നമ്മൾ വെർട്ടിക്കലിൽ ചരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുട പിടിക്കാനായിട്ട്. മനസ്സിലായി? എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മഴ കൊള്ളാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പം റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം 12² + 35² റൂട്ടായിരിക്കും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും നോക്കിയാൽ ഈ 35 ഇങ്ങോട്ട് മാറി ഇവിടെ 35 ആയിരിക്കും ലെങ്ത്. സോ ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 12/35 എന്നുള്ള, അപ്പോൾ അത് നമുക്ക് തീറ്റ കിട്ടും. സോ അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഒരു റിവറിൻ്റെ ക്രോസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കണം. എ റിവർ 800 meter വൈഡ്, വീതി 800 meter, ഫ്ലോസ് അറ്റ് എ റേറ്റ് ഓഫ് 5 km/h. 5 km/h ഒരു നദി ഇങ്ങനെ 800 meter വൈഡ് നദിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വിമ്മറിന് 10 km/h, അതായത് എ സ്വിമ്മർ ഹു ക്യാൻ സ്വിം അറ്റ് 10 km/h ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പം വെറുതെ അല്ലാതെ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അയാൾക്ക് 10 km/h നീന്താൻ പറ്റുന്ന ഒരു സ്വിമ്മർ വിഷസ് ടു ക്രോസ് ദ റിവർ സ്ട്രെയിറ്റിൽ ക്രോസ് ചെയ്യണം. റിവർ സ്ട്രെയിറ്റിൽ ക്രോസ് ചെയ്യണം. ഒഴുക്കില്ലാത്ത റിവറാണെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റിൽ നീന്തി തുടങ്ങിയാൽ അപ്പുറത്തെ കറക്റ്റ് പോയിൻ്റിൽ എത്തും. പക്ഷേ ഒഴുക്കുള്ള നദിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആംഗിളിൽ ചരിഞ്ഞ് നീന്തിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി സ്ട്രെയിറ്റ് ലൈനിൽ അപ്പുറത്ത് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചരിഞ്ഞ് ആ ഒഴുക്കിൻ്റെ കൂടെ സൈഡിലോട്ടും കൂടെ പോകും നീന്തിനനുസരിച്ച്. ആ പടം 38 ഞാൻ പറഞ്ഞുതരാം, ഇതിന് ജസ്റ്റ് മനസ്സിലാക്കാണ്ട് പറഞ്ഞോളൂ. എലോങ് വാട്ട് ഡയറക്ഷൻ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എലോങ് വാട്ട് ഡയറക്ഷൻ മസ്റ്റ് ഹി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നീന്തുന്നത്, അതായത് ഏത് ഡയറക്ഷനിൽ അയാൾ നീന്തണം. വാട്ട് ഷുഡ് ബി ഹിസ് റിസൾട്ടൻറ്റ് വെലോസിറ്റി, അയാളുടെ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്തായിരിക്കണം. ഹൗ മച്ച് ടൈം ഹി വുഡ് ടേക്ക്, എത്ര സമയം കൊണ്ടായിരിക്കും അയാൾ അപ്പുറത്തെത്തുക. അപ്പം ഇതാണ് കേസ്. 5 km/h ഒഴുകുന്നൊരു നദിയുണ്ട്. 800 meter വീതിയുള്ള വീതിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരാൻ അയാൾക്ക് എത്തേണ്ടത് 5 km/h ഈ നദി ഇങ്ങോട്ട് ഒഴുകുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ അയാളെ മാറ്റം പറയാം. അയാളുടെ ഒരു പ്രത്യേകത, അയാൾ വെറും വെള്ളത്തിൽ, അതായത് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ 10 km/h നീന്താൻ പറ്റും. അത് ഏത് ഡയറക്ഷനിൽ വേണം, ഈ ഡയറക്ഷൻ അയാൾ ഏത് ഡയറക്ഷനിൽ പോകണം അങ്ങനെ നീന്താൻ പറ്റും. ഇവിടെ നിന്ന് അയാൾ ഇങ്ങനെയാണ്, ഒരു ഒഴുക്കില്ലാത്ത വെള്ളമാണെങ്കിൽ ഇവിടെ നിന്ന് ഒറ്റ നീന്തൽ ഇവിടെ വരെ 10 km/h നീന്തി കഴിഞ്ഞാൽ ഇങ്ങ് അപ്പുറത്തെത്താൻ പറ്റും. ഓക്കെ, അതാണ് സംഭവം. ഇനി നമുക്ക് വേണ്ടുന്നത് ഇഫ് ഹി ഹാസ് ടു ക്രോസ് എ റിവർ സ്ട്രെയിറ്റ്. അപ്പം അയാൾക്ക് റിവർ സ്ട്രെയിറ്റിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ഫിഗർ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. സോ നമുക്കിങ്ങനെ പറയാം. അതായത് വെലോസിറ്റി ഓഫ് റിവർ 5ആണ്. ഈ ഡയറക്ഷനിലാണ് കണ്ട വെലോസിറ്റി, ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. വെള്ളം ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇതാണ് 5ആണ്. ഇനി അയാൾ ഈ ഡയറക്ഷൻ നീന്തി കഴിഞ്ഞാൽ അത് രണ്ടും കൂടി റിസൾട്ടൻ്റായിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും അയാൾക്ക് ശരിക്കുള്ള നീന്തൽ സംഭവിക്കുക. അയാൾ ഇങ്ങനെ ഇവിടെ വരെ എത്തും.
പക്ഷേ നമുക്ക് സ്ട്രൈറ്റ് ഇപ്പുറത്താണ് എത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി അയാൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇങ്ങോട്ട് മാറി തിരിക്കണം. പക്ഷേ ആ ആംഗിൾ നമുക്ക് അറിയില്ല. എത്ര ആംഗിൾ മാറി അയാൾ നീന്തിയാൽ അയാൾക്ക് അപ്പുറത്ത് എത്താൻ പറ്റും നമുക്ക് അറിയാം. ഞാൻ ഒരു തീറ്റ ആംഗിൾ ഞാനങ്ങ് അസ്യൂം ചെയ്ത് ഞാൻ തീറ്റ ആംഗിളിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ തീറ്റ ആംഗിളിൽ ഞാൻ നീന്തുവാണ്. നീന്തുന്നത് വെലോസിറ്റി 10 m/s സ്പീഡിലായിരിക്കും നീന്തുന്നത്. അത് നമ്മുടെ മാക്സിമം അയാളുടെ സ്പീഡ് 10 km/h, m/s അല്ല, സോറി, km/h, 10 km/h ആണല്ലോ. അയാൾ ഈ നീന്തുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ തീറ്റ ഡിഗ്രി ആംഗിളിൽ നീന്തി കഴിഞ്ഞാൽ ഇയാൾ റിസൾട്ട് ഉണ്ട് ഇങ്ങോട്ട് വരും എന്നുള്ള അസംഷൻ. ആ അസംഷൻ അന്ന രീതിയിൽ ഇങ്ങോട്ട് വരണമെന്നെങ്കിൽ എൻ്റെ സംഭവിച്ചാൽ വെക്റ്റർ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ ഇങ്ങനെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവർ ഇങ്ങോട്ടും മാൻ ഇങ്ങോട്ടും ആയതുകൊണ്ട് ഈ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോങ്ങസ്റ്റ് ഡയഗണൽ റിസൾട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വെക്റ്റർ അഡീഷൻ ആയിരിക്കും. ഷോർട്ടസ്റ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ വെക്റ്റർ സബ്ട്രാക്ഷൻ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെക്റ്റർ സബ്ട്രാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും വലുത്. ഇതാണ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ നിന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ VR അറിയാം, VM അറിയാം, പിന്നെ ഇതിങ്ങനെയാണ് പോകണമെന്ന് അറിയാം. ഈ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എലോങ് വാട്ട് ഡയറക്ഷൻ മസ്റ്റ് ഹി സ്ട്രൈക്ക് എന്നുള്ളതാണ്. അത് നമുക്ക് അവസാനം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം വാട്ട് ഷുഡ് ബി ഹിസ് റിസൾട്ടൻറ്റ് വെലോസിറ്റി. അയാളുടെ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്തായിരിക്കണം എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ നോക്കാം, ഇത് VR ആണ്, ഇത് VM ആണ് എന്നുണ്ടെങ്കിൽ ഈ VR ഒരു പാരഗ്ലോഗ്രാമാണ് വെച്ചേക്കുന്നത്. പഠിച്ച തെറ്റിപ്പോയെങ്കിൽ ഒരു പാരലോഗ്രാം ആയിരിക്കും വെക്ടറിൻ്റെ എപ്പോഴും പറയുമ്പോൾ. അപ്പോൾ ഈ 5 തന്നെ ഇങ്ങോട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇത് 10ഉം ഇത് 5ഉം ആണെങ്കിൽ ഈ സംഭവം നമുക്കറിയണം. അപ്പോൾ ഇത് പാരഗോസ് തിയറം റിവേഴ്സാണ്. കാരണം ഇത് ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു BMR സ്ക്വയർ പ്ലസ് ഈ സ്ക്വയർ. അപ്പം BMR സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഇതായിരിക്കും, ഈ സ്ക്വയർ ആയിരിക്കും, അതിൻ്റെ റൂട്ടായിരിക്കും. അതാണ് ഞാൻ വിളിച്ചേക്കുന്നത്. മനസ്സിലായി വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ പോസ് ചെയ്ത് കേട്ട് നോക്കിയാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. ഇവിടെ നിന്ന് ഇവിടം വരെ പോകണം, ഡിസ്റ്റൻസ് അറിയാം, 800 മീറ്ററാണ്. ഇത് പോകുന്നത് യൂണിഫോം വെലോസിറ്റി, കാരണം അത് ആക്സിലറേഷൻ പറ്റിയൊന്നും പറയുന്നില്ല. സോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം നമുക്ക് എടുക്കാം. ആൻഡ് ഡിസ്റ്റൻസ് 800 ആണ്. ടൈം ടേക്കൺ ടൈം വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആയതുകൊണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ 800 ഡിവൈഡ് ബൈ 2.4 m/s. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ km/h ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ m/s മാറ്റണം. ഓക്കെ, കാരണം ഇവിടെ 2 km/h ആയതുകൊണ്ട് ഇവിടെ km/h ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അത് m/s മാറ്റണം. 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് km/h m/s മാറ്റണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് അവിടുത്തെ സമയം 333.3 സെക്കൻഡ്സിലായിരിക്കും ഈ അയാൾ അപ്പുറത്ത് കടക്കുന്നത്. മനസ്സിലായി. ഇനിയാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സൈൻ തീറ്റ എടുത്താൽ മതി. കാരണം ഈ തീറ്റ നമ്മൾ സൈൻ തീറ്റ എടുക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെ വേണമെന്നില്ല. നമുക്ക് ഇതിൽ 3ൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഏത് തീറ്റ എടുത്തിട്ടും സൈനോ കോസോ എന്തെടുത്താലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 3 അറിയാം. കോസ് എടുത്താൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോൺസ് എടുക്കണം, സൈനോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോൺസ് എടുക്കണം. ഓക്കെ, സോ സൈൻ തീറ്റ. അപ്പോൾ ആക്ച്വലി നമുക്കിത് ആദ്യമേ ചെയ്യാം, നമ്മളത് അവസാനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റിവറിൻ്റെ മാൻ്റെ വെലോസിറ്റി നമുക്ക് ആദ്യമേ അറിയാവുന്നതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ എടുത്ത് കിട്ടാൻ പറ്റും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അതായത് വെലോസിറ്റി ഓഫ് റിവർ തന്നെയാണ് ഈ ഓപ്പോസിറ്റ് വരുന്നത്. വെലോസിറ്റി റിവർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് മാൻ. കാരണം ഹൈപ്പോട്ടനസ് വരുന്നത് വെലോസിറ്റി ഓഫ് മാൻ ആണ്. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു VR ബൈ VM. അപ്പോൾ 5/10 എന്ന് വരും, 1/2 വരും. സൈൻ തീറ്റ 1/2 എന്ന് വരും. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. കാരണം 30 ഡിഗ്രിയിലാണ് സൈൻ തീറ്റയ്ക്ക് 1/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. അപ്പം ഇതാണ് ട്യൂട്ടോറിയൽ സെക്കൻഡിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി നാളെ നമ്മൾ ഒരു ട്യൂട്ടോറിയലും കൂടെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് അടുത്ത പുതിയ കൺസെപ്റ്റിലോട്ട് പോവാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.